ഓക്കെ, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ രക്ഷിതാക്കൾക്കും അതിന്റെ പങ്ക് നല്ലോണ്ട്. നിങ്ങൾ ചെയ്യണില്ല എന്നതല്ല, മറിച്ച് നിങ്ങളുടെ സപ്പോർട്ട് കൂടി നമ്മളെ മക്കൾക്ക് ഉണ്ടാവുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ റിസൾട്ട് എടുക്കാനും പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനും തുടങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മക്കളുടെ ഭാവി എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ കയ്യിൽ തന്നെയാണ്. തുടക്കത്തിൽ പലപ്പോഴും നാം കരുതുന്ന കുട്ടികളാണ് പഠിച്ചോളും, നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവര് അവർക്ക് സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ എന്നാണ്. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മക്കള് എന്ന് പറയുന്നത് ഒരു ഓട്ടോ പൈലറ്റ് മൂഡിലാണ് നടന്നു പോകുന്നത്. എന്താണോ അവർ ചുറ്റും കാണുന്നത് അതാണ് അനുകരിക്കുന്നത്, അല്ലേ? അത് കണ്ടിട്ടാണ് അവര് വളരുന്നത്. എന്നാൽ ഒരു യാഥാർത്ഥ്യം എന്താ പറയുക, മൃഗങ്ങളിൽ നിന്ന് നമ്മളെ മനുഷ്യനെ വ്യത്യസ്തനാക്കിയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചിന്ത മെയിൻ, മറ്റൊന്ന് ബുദ്ധി, നമ്മളുടെ സ്കില്ല്, കഴിവ്. ഇത് വേറെ ഒരാൾക്കില്ല, വേറെ മൃഗങ്ങൾക്കില്ല. മൃഗങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് തിന്നുക, മരിക്കുക, മണ്ണായി പോവുക, കുറച്ചു കാലം ജീവിക്കാൻ, മണ്ണായി പോവുക. എന്നാൽ മനുഷ്യൻ അതല്ല. മനുഷ്യൻ ഇവിടെ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിക്കുകയും ആഖിറത്തിന് വേണ്ടിയിട്ട് സമ്പാദിക്കുകയും അതേപോലെ ദുനിയാവിൽ നല്ല ഉത്കൃഷ്ടനായിട്ട് ജീവിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു നല്ലൊരു റോൾ മോഡൽ ആകേണ്ട ഒരാളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇവയെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റണം. അതിനെന്ത് ചെയ്യണം? പരിശീലിക്കണം. അപ്പൊ നിങ്ങൾ പരിശീലിച്ച് കാര്യങ്ങളെക്കാൾ നിങ്ങളെ മക്കളെ നിങ്ങൾ പരിശീലിപ്പിക്കണം. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ മക്കളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പലപ്പോഴും പല രക്ഷിതാക്കൾക്കും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇതുപോലത്തെ സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം പല ആൾക്കാരും മൊബൈൽ പോലും ഇല്ലാത്ത കാലത്ത് ജീവിച്ചവരാണ് പല രക്ഷിതാക്കളും. എന്നാൽ ഇന്ന് വരുന്ന മക്കൾ എന്ന് പറയുന്നത് അവരോട് നമ്മൾ മൊബൈൽ തുടരുന്നിട്ടാ, അത് ഉപയോഗിക്കരുതിട്ടാ, ഇത് ഉപയോഗിക്കരുതിട്ടാ എന്ന് പറഞ്ഞാൽ ആദ്യം അതാണ് തുടരുന്നത്, അല്ലേ? അപ്പൊ അവരുടെ കാര്യങ്ങൾ കേട്ട് ശരിയായി അവർക്കൊരു ദിശാബോധം നൽകി കഴിഞ്ഞാൽ അവര് ജീവിതത്തെ ഒരു വീഡിയോ ഗെയിം പോലെ അവർ കാണും. നല്ല അടിപൊളിയായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പ്രഷർ ഇല്ലാതെ, സ്ട്രെസ് ഇല്ലാതെ, ഹാപ്പി ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളെ മക്കളിൽ കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് പരീക്ഷയെ നല്ല ഹാപ്പിനെസ്സോട് കൂടിയിട്ട് പഠിച്ച കാര്യങ്ങൾ മുഴുവനായിട്ട് ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ തക്കവണ്ണം അവരായി മാറും. ഇത് ലൈവായിട്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ? നമ്മളെ മക്കളിലൂടെ ലൈവായിട്ട് കാണുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ്. കാരണം മുന്നേ നമ്മളെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ ചോദിച്ചാൽ പഠിക്കുന്നുണ്ട്, പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടണില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവരെ ജീവിതത്തിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് അവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുന്നത്. അത് എല്ലാ നിലക്കും. ഇപ്പോ മൂന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഇപ്പൊ അവരുണ്ടെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചിലപ്പോ ഇത് ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ചിലപ്പോ ഉസ്താദുമാരോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ചിലപ്പോ വന്നോണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ മക്കളെ ആ ഏത് രീതിയിലാണ് നിങ്ങൾ ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, അത്ഭുതങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് ജീവിതത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പല തിരക്കുകളുണ്ടാവും, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ, വേറെയും മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ മക്കളുടെ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ, അവരുടെ പഠനത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. പല രക്ഷിതാക്കളെ എനിക്കറിയാം, അവരുടെ മക്കളെ പെർഫെക്റ്റിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരെ സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ അവരുടെ പെർഫോമൻസ് കാണുന്ന സമയത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു അലൈൻമെന്റ് ഉണ്ടാകും. ഇപ്പൊ വണ്ടിയൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഈ വണ്ടിന്റെ 4 ടയർ 4 ഭാഗത്തേക്കും പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എവിടെ എത്തൂല, അല്ലേ? അതേസമയം അതിന്റെ അലൈൻമെന്റ് ശരിയാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആ റൂട്ടിൽ കൂടെ പോകും. അതേപോലെ തന്നെ നിങ്ങളെ മക്കളെ നിങ്ങൾ ഏത് രൂപത്തിലാണ് എത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ അലൈൻമെന്റ് നിങ്ങൾ ശരിയാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾ കറക്റ്റ് ഡിറക്ഷനിലൂടെ പോകും. അല്ല എന്നുണ്ടെങ്കിൽ അവര് വഴി വിട്ട് പോകും.
അതാണ് നമ്മുടെ ജീവിതവും നമ്മുടെ പഠനവും നമ്മുടെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അങ്ങനെ വിനിയോഗിക്കുന്ന സമയത്ത് നമ്മളെ മക്കൾ നല്ലതായി മാറും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷിതാക്കൾ എന്ന നിലക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യം. അവരെ ഉറക്കത്തിൽ, അവരെ മൊബൈൽ ഫോണിന്റെ യൂസിങ്ങിൽ, കൃത്യമായ സമയം കണ്ടെത്തുന്ന കാര്യത്തിൽ, പിന്നെ അതേപോലെ അവരെ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തിക്കുന്നതിൽ ഒക്കെ നിങ്ങളുടെ പങ്ക് വലുതാണ്. അവരുടെ ജീവിതം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ ഇപ്പൊ അവരായിട്ടില്ല. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കരുത്ത് അവർക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ അവർക്കൊരു അലൈൻമെന്റ് ഉണ്ടാക്കി കൊടുക്കണം. അത് എങ്ങനെയാണ് ഉണ്ടാവുക? ആസ് എ ടീച്ചർ, ആസ് എ ഉസ്താദ് എന്ന നിലക്ക്. ഇപ്പൊ എന്റെ ശബ്ദം ഓടിയപ്പോഴല്ലേ നോക്കി ആരോ കാണിച്ചത്? ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങൾ തംസപ്പ് കാണിച്ചേ. ഓക്കെ, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂല, തംസപ്പ് കാണിച്ചാൽ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. ഇതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു ഒരു 4-5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മക്കൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവാനും പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ഒരു 4-5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളെ വീട്ടിലെ അന്തരീക്ഷം നന്നായിരിക്കണം. ഇപ്പൊ നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്, വിശിഷ്യ മുഅ്മിനീങ്ങൾ എന്ന് തന്നെ പറയും, അല്ലേ? അപ്പൊ നമ്മളെ വീട്ടിലെ അന്തരീക്ഷം ഇസ്ലാമിക അന്തരീക്ഷം ആവണം. തോന്നിയ പോലെ നടക്കുക. നിങ്ങളെ വീട്ടിൽ ഒരു ഇസ്ലാമിക അന്തരീക്ഷവും ഇല്ല, മറിച്ച് മക്കളും അതുപോലെ നല്ല അന്തരീക്ഷത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കുക? നടക്കൂല. ചാരിയാലും ചാരിയതേ മണക്കുള്ളൂ. നിങ്ങൾ ഏത് രൂപത്തിലാണ് മക്കളെ വളർത്തുന്നത് അതിനനുസരിച്ചിട്ടാണ് മക്കൾക്കും ഡിസിപ്ലിൻ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് ഈ സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം, ഒരു പ്രോപ്പർ ഒരു എന്താ പറയുക, ഒരു വർക്ക് പ്ലേസ് എന്നൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളെ ഭാഷയിൽ പറയും. ഇപ്പൊ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് വർക്ക് പ്ലേസ് എപ്പോഴും സേഫ് ആയിരിക്കണം, സമാധാനമുള്ള പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. അതേപോലെ അവർക്കുള്ള ഒരു പഠന സ്ഥലം അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു സ്ഥലം നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കണം. എല്ലാവരും ഇടയിൽ കലഹം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവരെ ഇരുത്തരുത്. മറിച്ച് മോനജ് ഇവിടെ പഠിച്ചോ, ഞാൻ എന്നെ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് ആക്കണം. ഇപ്പൊ ചെറിയ മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരെ കരച്ചിലും പിരിച്ചിലൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് പഠിക്കാൻ പറ്റൂല. ഇവർക്ക് പഠിക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഒന്ന് പറയാനുള്ളത്. പഠിക്കുന്ന സമയത്ത് ആം, ഇപ്പൊ എന്താണ്, ടി വി മൊബൈലൊന്നും ഓണാക്കിപ്പിക്കാതെ, മറിച്ച് പഠനം കഴിഞ്ഞിട്ട് എന്തിനാണോ ആവശ്യം ആ ആവശ്യമുള്ള സമയത്ത് മാത്രം ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. നിങ്ങൾ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതാണ് ഉപയോഗിക്കുക. അവർക്ക് ചെറിയൊരു പാർട്ട് ടൈമിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക. അല്ലാത്ത ടൈമിൽ അവരെന്താണോ വർക്ക് അത് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ അവർക്ക് വെച്ചിട്ട് മുന്നോട്ട് വെക്കുക. ഇപ്പൊ ഉദാഹരണം, മോനെ ഇന്ന് ഈ 1-ാം പാഠം മുതൽ 5-ാം പാഠം വരെ പഠിച്ചാൽ മതി. അത് എല്ലാ കാര്യങ്ങൾക്കും ഇത് സൂട്ടാവും. നിങ്ങൾ സ്കൂളിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാവട്ടെ, മദ്രസത്തെ പഠനത്തിന് വേണ്ടിയിട്ടാവട്ടെ, ചെറിയ ചെറിയ പാഠഭാഗങ്ങൾ ഒരു ടാർഗറ്റ് വെച്ചിട്ട് ഈ ഭാഗത്തെ കാര്യങ്ങൾ ഞാൻ എന്നോട് ചോദിക്കൂട്ടെ, എനിക്ക് റെഡിയാക്കി നിൽക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലെ ചോദ്യോത്തരങ്ങളൊക്കെ റെഡിയാക്കുക, അവരോട് വെറുതെ ചോദിക്കുക. അങ്ങനെ ആകുമ്പോൾ അവരും പഠിക്കാൻ വേണ്ടി റെഡിയാവും. എന്നിട്ട് കളി തമാശയിലൂടെ അവരോട് ചോദിക്കുക. അവർ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും, അവരെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും. എന്നിട്ട് അവർ പറയുന്നതിനനുസരിച്ച് അവരെ അഭിനന്ദിക്കുക. വീട്ടിലേക്ക് രാത്രി നിങ്ങളെ ഹസ്ബൻഡ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാം. മൂന്നാമത് വലിയ കാര്യമാണ്, ഇപ്പം ആശയം കേൾക്കും. ഇപ്പൊ നമ്മൾ മലയാളികളായതുകൊണ്ട് ആശയം കേൾക്കും, അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അതേസമയം ഇത് ഇവര് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് എഴുതി പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതിയാൽ മാത്രമാണ് നേരെ മൂന്നാമതൊരാൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ എഴുതിയിട്ട് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ടാസ്കുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവര് അറിഞ്ഞ കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പേപ്പറിൽ എഴുതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക്കാണ് നമ്മൾ കൊടുത്തത്. ഇത് ആയിട്ടില്ല, മുഴുവനായിട്ടില്ല. അത് കറക്റ്റ് ആയിട്ട് താങ്ക് യു, കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരിശീലിപ്പിച്ച് കഴിഞ്ഞാലാണ് അവര് ആ അക്ഷരങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതുകയും അത് മാർക്കായിട്ട് മാറ്റാൻ കഴിയുകയും ചെയ്യുള്ളൂ. അത് അറബി മലയാളം ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, മറ്റുള്ള പാഠഭാഗങ്ങളാവട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് ചെറിയ ചെറിയ ഇപ്പോ നമ്മൾ പരീക്ഷക്ക്
കോപ്പി അടിക്കാന്ന് പറയില്ലേ, ഈ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുട്ട് പേപ്പർ കൊണ്ടുപോകണം എന്നല്ല പറയുന്നത്. പക്ഷെ ചെറിയ ചെറിയ പേപ്പറിലാക്കിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യുക, ഇതാ അങ്ങനെ ഇത് ഈ പാഠത്തിന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ എഴുതിക്കാൻ, മലയാളത്തിൽ എഴുതിയാൽ മതി. എന്നിട്ട് അത് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് പോണതിന്റെ ഒക്കെ മുന്നേ ഈ ചെറിയ ഭാഗം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഇതുപോലെ ചെറിയ ചെറിയ ഷോർട്ട് ആക്കി കോഡ് ഭാഷയിലൂടെ അല്ലെങ്കിൽ ചെറിയ കഥയിലൂടെ ഒക്കെ അവർക്ക് മനസ്സിലാക്കി അവരെ ബ്രെയിനിലേക്ക് കയറ്റി കൊടുക്കുകയും അത് എഴുത്താക്കി മാറ്റാൻ ശ്രമിക്കുകയും വേണം. അതിനു വേണ്ടി അവരെ പരിശീലിപ്പിക്കണം. അവർ എഴുത്ത് നന്നാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ആൻസറുകൾ കിട്ടും. ഇതാണ് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നാലാമതൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് ചോദ്യ രൂപത്തിൽ പഠിപ്പിക്കുക. ചോദ്യ രൂപത്തിൽ, ക്വിസ് രൂപത്തിൽ ഏത് കാര്യം ഇപ്പൊ അവരെ ബ്രെയിനിലേക്ക് അഡോപ്റ്റ് ചെയ്യേണ്ട ടൈമാണ്. അത് അബ്സോർബ് മീൻസ് അത് അവരെ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇടക്കിടക്ക് ചോദിക്കുക. ഇപ്പൊ നമ്മളുടെ നാട്ടിലെ കോമൺ ആയിട്ടുള്ള വേർഡുകളൊക്കെ നമ്മുടെ ചെറിയ മക്കൾ പറയില്ലേ, എങ്ങനെ അവർ പറയും, അത് സ്ഥിരമായിട്ട് കേട്ടത് കൊണ്ടാണ് അല്ലേ. അതേപോലെ ഇവരെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതുപോലെ ചോദ്യോത്തരങ്ങളായിട്ട് പല കാര്യങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിപ്പിക്കുക. കൂടുതൽ ഉത്തരം പറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യുക, അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അഞ്ചാമതൊരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടോ ഉസ്താദ് ഇങ്ങനെ പറയാനുള്ള കാര്യം. അഞ്ചാമത്തെ ഒരു കാര്യം അവരുടെ ഉറക്കം, അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. നിങ്ങൾ ഇതിന്റെ ഒരു പഴയ ഫോട്ടോ കണ്ടുക്കണം. ഞാൻ ഉസ്താദ് ആണ്, ഓക്കെ, പക്ഷെ ഇതേപോലെ വേറൊരു പ്രൊഫഷൻ ഉണ്ട് എനിക്ക്. ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് ആണ്. അപ്പൊ എൻ്റെ ഒരു കരിയറിലെ ഏകദേശം 117 കിലോ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഏകദേശം 51 കിലോ വെയിറ്റ് കുറച്ചു. എൻ്റെ ഫാമിലിയിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇപ്പൊ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല ഭക്ഷണവും മോശം ഭക്ഷണവും തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മളെ മക്കളെ നമ്മൾ കഴിക്കുക, ജങ്ക് ഫുഡുകളും ബാഡ് കലോറി ഫുഡുകളൊക്കെ നമുക്ക് കഴിക്കാം. പക്ഷേ പക്ഷേ ഇവർക്ക് നല്ല ഭക്ഷണങ്ങൾ ഏതാണ്, ചീത്ത ഭക്ഷണം ഏതാണ് തിരിച്ചറിയാൻ ഇപ്പൊ ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ആ ഭക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. അങ്ങനെയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യില്ല, ഈ അസുഖങ്ങളിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും അതേപോലെ ഇമ്മ്യൂണിറ്റി പവറിൽ കുറയുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും നല്ല എനർജി ലെവലും ഇമ്മ്യൂണിറ്റി ലെവൽ കൂടാനും നല്ല ഉന്മേഷം കിട്ടാനും ബുദ്ധിശക്തി കൂടാനൊക്കെ സഹായകമാവും. അതിനെന്താ ചെയ്യേണ്ടത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ, ഉദാഹരണം ഫ്രൂട്ട്സുകള്, പച്ചക്കറികള്, പിന്നെ കേട്, തൈര്, പിന്നെ അതേപോലെ എന്താ പറയാ ഈ എണ്ണക്കടികളും, പിന്നെ അതേപോലെ ഷുഗർ ഫുഡ്, പ്രോസസ് ഫുഡുകൾ, ഷുഗർ ഫുഡുകളൊക്കെ മാക്സിമം കുറക്കാൻ വേണ്ടി ശ്രമിക്കാം. കൊടുത്തോളൂ എപ്പോഴെങ്കിലൊക്കെ, ബട്ട് സ്ഥിരമാക്കരുത്. ഓക്കെ. ആറാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരോട് നല്ലത് മാത്രം പറയാം. നിങ്ങളുടെ സറൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ നല്ലത് പറയാം, അവരോടും നല്ലത് പറയാം. അങ്ങനെയെങ്കിൽ അവരെ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഇകഴ്ത്താതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഭയങ്കര റെസ്പെക്ട് വരും, നിങ്ങളെ ഇഷ്ടപ്പെടും. ഇജ്ജ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇജ്ജ് എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പറയും. ഞാൻ ഒരിക്കലും മക്കളെ നിങ്ങൾക്ക് 100 മാർക്ക് വേണം, നിങ്ങൾക്ക് 50 മാർക്ക് വേണം, നിങ്ങൾക്ക് 10ൽ 10 വേണം എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾ ടാസ്കുകൾ എന്ത് തന്നാലും അത് ചെയ്യണം എന്നേ ഞാൻ പറയാറുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി ഇവർ ആയി മാറും. ഞാൻ സത്യം പറഞ്ഞാൽ നല്ല അടിക്കണതാണ്, ഇവരെ അടിക്കലുണ്ട്, ഞാൻ ചീത്ത അറിയലുണ്ട്. ബട്ട് ഇവരെ നല്ല രീതിയിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം മക്കൾക്ക് എന്നോട് ഇത്ര നല്ല ഇഷ്ടമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഏഴാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും കുടുംബവും ഒരുമിച്ചിരുന്നിട്ട് പ്രാർത്ഥന നടത്തുക. എപ്പോഴും പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവരും കേൾക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവരും പരിശീലിക്കും, ഇവരുടെ ജീവിതത്തിൽ ഇവരിത് കൊണ്ടുവരും. അത് നല്ലൊരു ചിട്ടയായിട്ട് മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു ഇസ്ലാമിക ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ മദ്രസയിൽ മാത്രം മതിയോ? അതിനിപ്പോ നിങ്ങൾ സ്കൂൾ പഠിക്കാൻ പോയാലും, നിങ്ങൾ കോളേജ് പഠിക്കാൻ പോയാലും, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഡിഗ്രി എടുക്കാൻ വേണ്ടി പോയാലും ദീൻ എന്നുള്ളത് അത് ഒരു മദ്രസ പഠനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദീൻ എന്നുള്ളത് നമ്മുടെ ജീവിതം രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്ന വരെ മുന്നുള്ള ഒരു ചിട്ടക്ക് പറയുന്ന പേരാണ് ദീൻ എന്ന് പറയുന്നത്. അത് ഒരു ഇസ്ലാമിക ചിട്ടയിൽ നല്ല നീയത്തോട് കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് കൂലി കിട്ടും. മനസ്സിലായോ?
അപ്പൊ ഇത് ഞാൻ പ്രത്യേകിച്ച് രക്ഷിതാക്കളോടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളെ മക്കളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോരുത്തർക്ക് പറയാം. പിന്നെ ഞാൻ ഇന്നൊരു ടാസ്ക് തന്നതിന് സത്യത്തിൽ ഞാൻ ഈ സൂമിൽ ചെയ്യണിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നി ക്വിസ് കോമ്പറ്റീഷനിൽ രണ്ടാം ഘട്ടമാണ് ഇപ്പൊ നടക്കുന്നത്, അതായത് പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ മക്കൾ ചെയ്യട്ടെ എന്നുള്ളത്. അപ്പൊ പെൺകുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, പേഴ്സണലി ആയിട്ട് എനിക്ക് ആ ടാസ്ക് ചെയ്ത് അയച്ചോളി, ഒരു കുഴപ്പമില്ല. എങ്കിലും അത് വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ബോഡി ആയിട്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലതാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ, നിങ്ങളെ ഉമ്മാർക്കൊക്കെ മനസ്സിലായോ എന്നുള്ളത് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്തോളി, അൺമ്യൂട്ട് ചെയ്തോളി, അൺമ്യൂട്ട് ചെയ്യാം, എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. മനസ്സിലായോ? ഇന്നത്തെ ടാസ്ക് ഞാൻ ഇന്ന് ടാസ്ക് തന്നിട്ടുണ്ട്. ഈ ടാസ്ക് ഇന്ന് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ ഈ ടാസ്ക് നോക്കി, ഈ ടാസ്ക് ഞാനിപ്പോ തന്ന ഈ ടാസ്ക് ഇല്ലേ, ഇത് ചെയ്യണ ഏറ്റവും ബെസ്റ്റ് പെർഫോമറിനെ നാളെ ആദരിക്കും. അവർക്ക് നാളെ ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ടാസ്ക് ഇതുണ്ടല്ലോ, ഈ ടാസ്ക് കേട്ടില്ല എല്ലാരും? ഓക്കെ, ഈ ടാസ്ക് ചെയ്യാം, അത് വീഡിയോ ആക്കിയിട്ട് അയക്കാം. പിന്നെ ശേഷം അവർക്ക് നാളെ എൻ്റെ വക ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി ഇത് നടത്തുന്നത്. ഇനി ഇതിൽ ഇല്ലാത്ത ആൾക്കാർക്കും ചെയ്യുക, അവരെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ. ഈ ആൾക്കാരാണ് മെയിൻലി ചെയ്യേണ്ടത്, ഇവർ നിർബന്ധമായിട്ട് ചെയ്യണം. ഇതല്ലാത്ത ആൾക്കാർക്കും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമറിനെ നമ്മൾ തിരഞ്ഞെടുക്കും. ഇനി ഒരു ക്വിസ് കൂടി ഉണ്ട്, ഒരു ക്വിസിന്റെ ചലഞ്ച് കൂടി ബാക്കിയുണ്ട്. അങ്ങനെ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് നമ്മൾ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഫുട്ബോളും, സെക്കൻഡ് അത് പെൺകുട്ടിയാണെങ്കിൽ ക്യൂട്ട് ടോയും ആണ് കൊടുക്കുക. തേർഡ് പ്രൈസ് ഓൾറെഡി നമ്മൾ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞതിൽ കൊടുത്തു. നമ്മൾ സെക്കൻഡ് പ്രൈസ് നാളെ പ്രഖ്യാപിക്കും. ഇനി ഫസ്റ്റ് പ്രൈസ് അടുത്ത ഞായറാഴ്ചയാണ്. എന്നിട്ട് ഓവറോൾ പോയിന്റ് കിട്ടുന്ന ആൾക്കും നമ്മളൊക്കെ നല്ല ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി എല്ലാ രക്ഷിതാക്കളും അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിക്കും, മക്കളുടെ പ്രവർത്തനങ്ങളും അനുഭവങ്ങളൊക്കെ ഒന്ന് പറയും. ആരാണ്? ഉസ്താദ്, ഈ ഷസാദിന്റെ ഉമ്മയാണ്. ആ, എല്ലാത്തിനും ഒന്ന് സംസാരിക്കും. കേൾക്കാല്ലേ? കേൾക്കാണ്ട് വോയിസ് കേൾക്കാനുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ ഈ കേൾക്കുന്നുണ്ട്. ടാസ്കില് 4ഉം 5ഉം അല്ലേ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളൂ? 4ഉം 5ഉം വീഡിയോ ആയിട്ട് ചെയ്യാൻ. ഓക്കെ, മാക്സിമം വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഏതൊക്കെയുള്ള ആ വീഡിയോ ആയിട്ട് ചെയ്യാം, ബാങ്ക്, നിസ്കാരം, ഇതൊക്കെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ. ഓക്കെ, ഓക്കെ. ഇപ്പൊ എന്താണ് ഷഹസാദിന്റെ വിശേഷങ്ങളൊക്കെ? അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പൊ പഠിക്കാനൊക്കെ? ആ, പഠിക്കാനൊക്കെ ഇപ്പൊ താല്പര്യം കാണിക്കുന്നുണ്ട് എന്തായാലും, കാണിക്കണ്ടേ? ഓക്കെ, പഴയതുപോലല്ല. ഓക്കെ. ഇടക്കിടക്ക് അവന്റെ എനർജി ലോസ് ആവുന്ന സമയത്ത് അവനെങ്ങനെ ബൂസ്റ്റ് ചെയ്താൽ മതി. ആ, ഇൻഷാ അല്ലാ. അവനക്ക് എപ്പോഴും ഫസ്റ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇൻഷാല്ലാ അള്ളാഹു അങ്ങനെ തന്നെ ആക്കി കൊടുക്കട്ടെ. പക്ഷെ ചില സമയത്ത് ചിലപ്പോ ഒന്ന് പിന്നിലൊക്കെ ആവും. ഇതൊരു ഗെയിം പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തളർച്ച ഉണ്ടാവരുത്. ഇപ്പൊ നമ്മള് എന്റെ ഉപ്പാനെ എപ്പോഴും പറയല്, എന്റെ ഉപ്പ വള്ളം ത്തിന്റെ സ്പോൺസർഷിപ്പ് എടുക്കാൻ വേണ്ടി പോണ ആളല്ലേ. അപ്പൊ അപ്പോ വള്ളം തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ മത്സരിക്കുന്ന സമയത്ത് ചിലപ്പോ വള്ളംകളിയിൽ ഫസ്റ്റ് ഉണ്ടാവും, ചിലപ്പോ സെക്കൻഡ് ഉണ്ടാവും, തേർഡ് ഉണ്ടാവും. ഫസ്റ്റ് ആയിട്ടില്ല എന്ന് വിചാരിച്ച് നമ്മള് കരയൊന്നുമില്ലല്ലോ. അത് ആ ഇല്ല സ്പിരിറ്റിൽ ഇല്ല ഇല്ല. എടുക്കുക. അതെ അതെ. അപ്പം പോരാളിയായ ഉപ്പാന്റെ മോനാണ്. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അപ്രീഷിയേറ്റബിൾ ചെയ്യണം. നിങ്ങൾ കുട്ടീനോട് ഇങ്ങനെ ചോദിച്ച് ഇതാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് പറയാനൊരു ആഗ്രഹം വരുന്നുണ്ട്. അങ്ങനെ തന്നെ ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരുന്നോളൂ. അങ്ങനെ ആകുമ്പോഴാണ് അവൻ ആ പറയാം. മറ്റേത് ഞാൻ ആ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള തോന്നിക്കണ സമയത്ത് അവൻ തന്നെ വിചാരിക്കും ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അവനെ ആ വിലയിരുത്തിക്കൊണ്ടിരിക്കണം, അപ്പോഴാണ് അവനക്ക് ബോധ്യപ്പെടുക.
ആയിക്കോട്ടെ. ആ. അടുത്തൊരാള് സംസാരിക്കും. പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ ലിസാനിന്റെ ഉം. ഉസ്താദിന്റെ യൂട്യൂബിൽ ക്ലാസ് കേട്ടതിന്റെ ശേഷം ലിസാനിലത്തെ ഓരോ കാര്യങ്ങള് ആ തിൽക്ക എന്നുള്ളത് അതിന്റെ ലാസ്റ്റത്തെ പാഠങ്ങളിലൊക്കെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവണട്ടെ. കാരണം അതെ പിന്നെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അതെ 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 അതെ. നിങ്ങള് അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പായിട്ട് പറയും. നിങ്ങള് ഗൂഗിൾ മൈ ജിമിനി ഓപ്പൺ ചെയ്യാം. ഹലോ. ഹലോ. ആ ആ ഗൂഗിൾ മൈ എല്ലാ രക്ഷിതാക്കളോട് പറയണം ഗൂഗിൾ മൈ ജിമിനി ഓപ്പൺ ചെയ്യാം. ChatGPT പോലെ ഉള്ള ഒരു ആ സാധനമാണ് ഗൂഗിൾ മൈ ജിമിനി. ആ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ സംസാരിക്കുക. എന്താ, ഞാൻ എൻ്റെ കുട്ടിക്ക് 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന പാഠത്തിലുള്ള പാഠമാണ് ഞാൻ നോക്കുന്നത്, എനിക്ക് ഇതൊക്കെ സംശയമുള്ളത് എന്നെ സഹായിക്കുമെന്ന് ചോദിക്കുക. ഉടനെ അത് പറഞ്ഞുതരും നമുക്ക്. ഇതാണ് ഉടനെ അതിനൊരു സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ മൈക്ക് ആ ബട്ടൺ മൈക്ക് ബട്ടൺ അമർത്തിയിട്ട് നേരെ നിങ്ങൾ ഇതിനായിട്ട് സംസാരിച്ചതാ ഈ ബട്ടൺ അമർത്തുക. ഈ ബട്ടൺ അമർത്തുന്ന സമയത്ത് ഇവിടെ ആ, നേരെ ക്യാമറന്റെ ഓപ്ഷൻ വരും. നേരെ നിങ്ങൾക്ക് ഈ ബട്ടൺ അമർത്തിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. കാണില്ലേ? ഹലോ താത്ത, കാണില്ലേ? പോയാ? ഷഹസാദ് പോയാ? ഷഹസാദിന്റെ അമ്മ പോയാ? ഇല്ല ഇല്ല പോയിട്ടില്ല. അത് കോള് വന്നതൊക്കെ കട്ടാക്കിയിരുന്നു. ഓക്കെ, ഇതാ ഞാൻ എന്താ പറയുന്നു. ChatGPT പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്ന സാധനമാണ് ജിമിനി എന്ന് പറയുന്നത്, ഗൂഗിൾ മൈ ജിമിനി. അതിനിട്ട് ആ ആ നമുക്ക് അതിന്റെ മൈക്കത്തിന്റെ തൊട്ടടുത്തൊരു 3 ലൈന് കാണും വര. ആ ലൈനുമ തൊട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ആ സംശയം ഉണ്ടെങ്കിലും അതിനിട്ട് സംസാരിക്കാം. അത് ഇങ്ങനെ മറുപടി പറഞ്ഞു തരും. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ. ഓക്കെ ഓക്കെ. ഓക്കെ. ആ അങ്ങനെ ആവുന്ന സമയത്ത് ഓക്കെ. നിങ്ങൾക്കും മനസ്സിലാവും. ആ ഉണ്ടാവും. അത് ശരിക്കും ഒരു ഉസ്താദാണ്. ആ പിന്നെ ചെയ്യാനുള്ളത് എജൂസിയ എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. അത് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ കൂടുതലായിട്ട് അതിനെ നോക്കിയിട്ടില്ല അത്. ഇതാണ് ഈ സാധനമാണ് എജൂസിയ. അതിന്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട്. ആ ആ വലിയൊരു ആപ്പാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പറഞ്ഞ ഡൗൺലോഡ് ചെയ്യാൻ. അതിൽ നിങ്ങളെ ക്ലാസ് ടൈപ്പ് ചെയ്യാനുള്ള പറ്റും. ആ ടൈപ്പ് ചെയ്തതിന് ശേഷം മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മോക്ക് ടെസ്റ്റ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ കയ്യിലുണ്ടോ? വലൈക്കും അസ്സലാം വറഹമത്തുള്ള. അപ്പൊ അത് വഴി നിങ്ങൾക്ക് പുതിയ പുതിയ ചോദ്യങ്ങൾ കിട്ടും കേട്ടോ. ഇനി ആരാണ് സംസാരിക്കുക? ആ ഓക്കെ, അയാന്റെ അമ്മ ഷെബാന്റെ അമ്മ സംസാരിക്കും. നിങ്ങൾ സംസാരിക്കണം ആഴ്ചയിൽ ഹലോ. ഒരു ദിവസം. ആ ഇപ്പോഴത്തെ ടാസ്ക് കുറച്ച് ടഫായി പോയല്ലോ. അതെ, ടഫായ കൊടുക്കല് കാണിക്ക, നിസ്കരിക്കല് കാണിക്ക, അതൊക്കെ. ടഫ് തന്നെയാണ്. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മള് മുസ്ലിങ്ങളാണെങ്കിൽ അതൊക്കെ പക്ഷെ ഒന്ന് ചെയ്യേണ്ടതുണ്ട്. രണ്ടെണ്ണാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവർക്ക് സ്കൂളിൽ പഠിക്കാനുള്ളത് തന്നെ. ഒതു കൊടുക്കാൻ ഇപ്പൊ എത്രയാണ് ടൈം എടുക്കുക? അത് ഇത് മാത്രമല്ല, മാക്സിമം ഇതൊക്കെ ഇത് മൊത്തം നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തം കൂടി കഴിഞ്ഞാൽ 15 മിനിറ്റേ വരുള്ളൂ. ഞാൻ നോക്കിയതാണ്, 15 മിനിറ്റും വരൂല. മാക്സിമം പോയി കഴിഞ്ഞാൽ 15 മിനിറ്റ് ആണ് ഇത് വരുള്ളൂ. ഈ 5 ടാസ്കും ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ആൾക്കാർക്ക് അറിയാം. 15 മിനിറ്റ് പോലും വരില്ല. 3 മിനിറ്റ് ആണ് ബാങ്ക് കൊടുക്കാനും ബാങ്ക് ഇക്കാമത്ത് കൊടുക്കാൻ വേണ്ടി വരിക. ഓക്കെ, ഇനി ഒതു കൊടുക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റോ 3 മിനിറ്റോ, നിസ്കരിക്കാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് പിടിച്ചോളി. എത്രയായി? അല്ല, 8 മിനിറ്റ്, 8 9 മിനിറ്റ്. പിന്നെ ബാക്കി 2 ടാസ്ക്, അതിന് ഒരു 5 മിനിറ്റ് പിടിച്ചോളി.
മാക്സിമം പോയ 15 മിനിറ്റ്. ഈ 15 മിനിറ്റ് നിങ്ങളിത് മാറ്റി വെക്കാൻ ആ, പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് നിർബന്ധിപ്പിക്കൂല. ജസ്റ്റ് നിങ്ങൾക്ക് മക്കളിൽ നിങ്ങൾക്ക് ഗ്രോത്ത് കാണണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയെങ്കിൽ അവരുടെ റിസൾട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണാം. ഉം. ഓക്കെ, ബാക്കി എന്താ ഷെബാന്റെ ഒക്കെ വിശേഷങ്ങൾ? കുഴപ്പമൊന്നുമില്ല. ആ ഇപ്പൊ പഠിക്കണം എന്നൊക്കെ ഉണ്ട്, മദ്രസ വരണം എന്നൊക്കെ ഉണ്ട്. മറ്റേതൊന്നും ഉണ്ടായിരുന്നില്ല. മദ്രസ വരണം ഇഷ്ടമല്ലായിരുന്നു. മോനിപ്പോ കഴിഞ്ഞ ക്വിസ് കോമ്പറ്റീഷനിൽ വിന്നറായിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ലീഡ് ചെയ്യുന്ന ഒരാൾ നിലക്ക് അവന്റെ അവസരം നഷ്ടപ്പെടുത്തേണ്ട. രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞാൽ നാളെ ഫലപ്രഖ്യാപനം. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഘട്ടം. ഇവനൊക്കെ പറഞ്ഞിട്ടാണ് ഫുട്ബോളിനെ കൊണ്ട് ഗിഫ്റ്റ് ആക്കിപ്പിച്ചത്. ബാങ്ക് കൊടുക്കാൻ കഴിഞ്ഞ് പഠിച്ചിട്ട് വേണോ, നല്ലപോലെ കിട്ടണില്ല. ആ പറഞ്ഞു നോക്കുമ്പോ അപ്പൊ ഇനി പഠിക്കാനേ എനിക്ക് വയ്യ. ഉം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ശരിയായിക്കോളും. അയാനോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അയാന്റെ അമ്മ എന്താ പറയണത്? മോന് പണ്ടത്തേലും ഉഷാറാണ് ഇപ്പോ. ആ ഭയങ്കര ആ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ആ ആ നല്ല മാറ്റമുണ്ട്. മാഷാ അല്ലാഹ്. ആദ്യം ഉസ്താദിനോട് നന്ദി പറയുന്നു. താങ്ക് യു. പിന്നെ വർക്കുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അവനിക്കണ്ട് പഠിക്കുന്നതും കുറച്ച് ബാക്കിലേക്കാണ് ആള് പഠിക്കാനൊക്കെ. ഞാൻ പറയട്ടെ, മനസ്സിലാവാ. ഇപ്പൊ നിങ്ങൾ ഈ കാണിച്ചത്, ഇപ്പൊ ഈ സംസാരിച്ച മക്കളൊക്കെ ഉണ്ടല്ലോ, ഏകദേശം 5ാം ക്ലാസ്സിലെ കുട്ടികളടക്കം കടത്തി വെട്ടുന്ന രീതിയിലാണ് പെർഫോം ചെയ്യണം. ഉം. 5ാം ക്ലാസ്സിലെ കുട്ടികളെ കടത്തി, ഇപ്പൊ ആരൊക്കെയാണ് സംസാരിച്ച് ഇവര് 5ാം ക്ലാസ്സിലെ കുട്ടികളെ കടത്തി വെട്ടുന്ന രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഉം. ഉം. എന്നാലും നല്ല ശ്രമിച്ചു നോക്കുന്നുണ്ട് അവൻ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ സപ്പോർട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തും എന്തായാലും. ഞങ്ങൾ സപ്പോർട്ട് കഴിയുന്ന പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. Thank you. അവനും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ഉം. എത്താൻ പറ്റണില്ല ഉള്ളത് മാത്രം. നമ്മൾ ഉഷാറാണ്. നമുക്ക് നല്ല ശ്രമം കാര്യങ്ങളൊക്കെ നടക്കുന്നു. നിങ്ങൾ ഇപ്പൊ വെച്ചിട്ടുള്ള ക്യാമറ ഉണ്ടല്ലോ, ട്യൂബിന്റെ നേരെ മുന്നിലായതുകൊണ്ട് നിങ്ങളെ മുഖം അയാൻ്റെ നിങ്ങളൊന്നും കാണൂല. അതേസമയം ആ ട്യൂബിന്റെ താഴെ നിങ്ങളെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആ ട്യൂബിന്റെ നേരക്ക് നിങ്ങൾ എന്ത് വരും? ലൈറ്റ് വരും. നേരെ തിരിച്ചാക്കുക. നേരെ ബൗട്ടൻ അടിക്കുക. യെസ്, പിന്നെ HD കാണുന്നുണ്ട്. പക്ഷെ എന്റെ പിന്നിൽ പ്രകാശം കത്തുണ്ടല്ലോ. വെരി ഗുഡ്. ഓക്കെ, ഇനി ആകെ 3 മിനിറ്റേ ഉള്ളൂ. ഇനി സംസാരിക്കേണ്ടവർക്ക് പെട്ടെന്ന് സംസാരിക്കാം. ഷെയ്സ ഫാത്തിമന്റെ ഉമ്മ ഉണ്ട്. പിന്നെ ഇനി ആരൊക്കെ ഉള്ളത്? നിഹാലിന്റെ ഉമ്മ ഉണ്ടായിരുന്നല്ലോ മറ്റേ. ഞാൻ ഷെയ്സാക്ക് ഓക്കെ ഓക്കെ, അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഷെയ്സാക്കേ ആ പറഞ്ഞോളി താത്ത. ഷെയ്സാക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷെ മറക്കണൊക്കെ അതെ അതെ, പഠിച്ചതൊക്കെ മറക്കണം. ഓക്കെ ഓക്കെ. എന്തായിരിക്കും അതിന് പിന്നെ പരിഹാരം നമ്മൾ ചെയ്യാൻ? പറയും, നിങ്ങളെന്നെ എന്താന്ന് പറയും. അറിയില്ല, പഠിച്ചു പോവും. ഓക്കെ. ആ ആൾക്ക് മറവി നല്ല മടിയും ഉണ്ട് കേട്ടാ, അത് പറയാ. കുറച്ചുണ്ട് എഴുതിയാല് പിന്നെ ആൾക്ക് ഉറക്കം വരിക, ആ ഭയങ്കര മടി. ശരി. അത് ഇവിടുത്തെ മദ്രസത്തോ തന്നെ സ്കൂളത്തോ തന്നെ. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് അത് കേൾപ്പിക്കുക എന്നതാണ് അതിൻ്റെ ഏക പരിഹാരം. ഞാനും നല്ല മറവിയുള്ള ആളായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എഴുതിനെക്കാട്ടിയും കൂടുതൽ അത് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കേൾക്കും, അതിങ്ങനെ വായിക്കും. അതുകൊണ്ടാണ് അത് മനസ്സിലേക്ക് ഇരിക്കുക. കാരണം ഹലോ, കേൾക്കില്ലേ? ആൾക്ക് പഠിക്കണം എന്നുണ്ട്, എല്ലാരെ പോലെ വിജയിക്കണം എന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ പറ്റും പറ്റും. ആൾക്ക് ഭയങ്കര മറവിയാണ്. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ശരിയാവും. നമ്മളെ താത്താരൊക്കെ മദ്രസേന്നൊക്കെ താത്താരൊക്കെ നല്ല ഇതാണ്, മാർക്കൊക്കെ മേടിച്ചിട്ട് കുട്ടികളാ. ഇവള് മാത്രം എന്താ ഭയങ്കര പറയാ. പഠിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്, പഠിക്കാൻ ബുക്കൊക്കെ എടുത്തിരിക്കും, അതെ, പഠിപ്പിച്ചു കൊടുക്കും. കുറച്ച് കിട്ടൂല. ശരി ശരി. നിസ്കാരൊക്കെ തന്നെ അത്തയ്യാത്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്തയ്യാത്ത് കിട്ടണില്ല ഇപ്പൊ. ബാക്കിയുള്ള ആൾക്കാർ അറിയാം, അത് കിട്ടണില്ല. അപ്പൊ അവിടെ വെച്ചിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പകുതി വെച്ചാല് അത് കിട്ടാണ്ടിരിക്കുമ്പോ അത് ഓഫ് ആക്കി വെക്കും. പ്രശ്നം.
ഇൻഷാല്ലാ ശരിയായിക്കോളും. നിങ്ങള് ഒന്നുകൂടി ഒന്ന് സപ്പോർട്ട് നല്ല ചെയ്ത്. നല്ല മാറ്റം തന്നെ കേട്ടോ. അതിന്റെ ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം നല്ല മാറ്റം തന്നെ വന്നിട്ടുള്ളത്. ഞാൻ അൽഹംദുലില്ലാ കാര്യമാണ്. ഒന്നുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, കാരണം പരീക്ഷ അടുത്തു, നിങ്ങളെ സ്കൂളത്തെ പരീക്ഷ അടുത്തു. അപ്പൊ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. പറ്റുമെങ്കിൽ ഇതിന്റെ ഒക്കെ ഈ പറഞ്ഞ് ഞാൻ അയച്ചെന്ന യൂട്യൂബിന്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അതിലൊക്കെ ഈ ക്ലാസ്സുകൾ ഉണ്ട്. അത് വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നുകൂടി മനസ്സിലേക്ക് ഇരിക്കും. അതൊക്കെ ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലെ വീഡിയോ ക്ലാസ്സുകളൊക്കെ. അത് വീണ്ടും വീണ്ടും കേട്ടാൽ മതി. ഓക്കെ ഇൻഷാല്ലാ. ഓക്കെ. ഇനി ആരാണ് സംസാരിക്കുക? ഇനി 1 മിനിറ്റോളം കേട്ടോ. ഉസ്താദെ, ഒരു കാര്യം കൂടി പറയാണ്ട്. എന്താ വെച്ചാല് ഫിഖില് നമ്മള് വജ്ജഹത്തു, അത്തഹിയാത്ത്, ഇബ്രാഹിമിയ സ്വലാത്തൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഓരോ ദിവസം പഠിച്ചു വരാനൊന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യവര്. മതിയോ? ഇപ്പൊ കേൾക്കല്ലേ? കേൾക്കാണ്. ഇപ്പൊ ഇവരെ സമയത്തോളം ഇപ്പൊ ഞാനിപ്പോ ആ ടാസ്ക് കൊടുത്തതിന്റെ ഉദ്ദേശം ഇപ്പൊ ഇവരെ എത്രത്തോളം അവർ പഠിച്ചിട്ടുണ്ട്, അവരെ ഇതൊക്കെ ഇതിന്റെ റിപ്പീറ്റേഷൻ ഓൾറെഡി നടന്നതാണ്, മുന്നേ നടന്നതാണ്. അപ്പൊ ഇവര് എത്രത്തോളം ഇവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിലൊക്കെ ആകെ ചുരുക്കം നമ്മൾ നിസ്കരിക്കുക, ഒതു കൊടുക്കുക, ബാങ്ക് കൊടുക്കുക എന്നതൊക്കെ അല്ലേ. അപ്പൊ ഇതൊക്കെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, മാത്രമല്ല ഇവർക്ക് എത്രത്തോളം ബ്രെയിനിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു അറിയാനുള്ളൊരു അവരെ പെർഫോമൻസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി കാരണം. അപ്പൊ എത്രത്തോളം അവര് ചിലപ്പോ എല്ലാവരും അറിയാത്തവരുണ്ടാവില്ല. ചില കുട്ടികൾ ആദ്യമേ അറിയുന്ന ആൾക്കാരുണ്ടാവും. അവരെ പ്രാക്ടീസിന്റെ പവറാണ്. അപ്പൊ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് ഇപ്പത്തെ പെർഫോമൻസ് നോക്കട്ടെ, എങ്കിൽ തന്നെ ഇൻഷാല്ലാ നെക്സ്റ്റ് അവര് ഇതിലേക്ക് വരും. ഇപ്പൊ ഇത്രയും മാറ്റം വന്നു. ഇപ്പൊ താത്ത പറഞ്ഞില്ലേ മറ്റേ ലിസാനിലെ കാര്യം,